വചനം നമ്മൾ പഠിക്കുമ്പോൾ വാർദ്ധക്യമായിരുന്ന സെഖര്യാവിന്റെ അടുക്കൽ ദൂതൻ ചെന്നിട്ട് പറയുകയാണ്, സെഖര്യാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ആമേൻ. അപ്പൊ ഞാൻ ചിന്തിക്കുന്നു, ആ വാർദ്ധക്യത്തിലും ആ ബലഹീന സാഹചര്യത്തിലും അത് നടക്കത്തില്ല എന്ന ശരീരം പറയുന്ന സാഹചര്യത്തിനകത്തും സെഖര്യാവ് ഈ പ്രാർത്ഥന ഉള്ളിൽ ഉരുവിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപക്ഷെ രഹസ്യമായോ അല്ലെങ്കിൽ പരസ്യമായോ അല്ലെങ്കിൽ ഭാര്യയും എലിസബത്തുമായി ചേർന്നിരുന്നാണോ, എനിവേ എങ്ങനെയാണെങ്കിലും ഇവർ രണ്ടുപേരും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ടാകണം. അതുകൊണ്ടാണ് ദൂതൻ ഇറങ്ങി പറയുന്നത്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഫസ്റ്റ് സെഖര്യാവിനോട് പറയുന്ന പദം അതാണ്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. അല്ലെങ്കിൽ ഞാൻ നിനക്കൊരു മകനെ തരും, അങ്ങനെയല്ല പറഞ്ഞത്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഹല്ലേലൂയ. ഇത് പിടികിട്ടിയവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. നമുക്ക് സാഹചര്യം അനുകൂലമല്ലെങ്കിലും സാധ്യത ഇല്ലെങ്കിലും വിടുതൽ ലഭിക്കത്തക്ക വണ്ണമുള്ള വഴികളൊന്നും നമ്മുടെ കൺമുൻപിൽ കാണുന്നില്ലെങ്കിലും ഹല്ലേലൂയ, ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ഹല്ലേലൂയ, ആഴത്തിൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ, നിങ്ങളുടെ വിഷയങ്ങൾക്കകത്ത് ദൈവത്തിന്റെ കരമിറങ്ങും. ഹല്ലേലൂയ. കരമുയർത്തിയൊന്ന് നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എത്ര പേർ ഇന്ന് രാത്രി മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണ്? സെഖര്യാവിനോട് ചോദിച്ചാൽ സെഖര്യാവ് പറയും, ഹല്ലേലൂയ, മടുക്കേണ്ട സാഹചര്യങ്ങൾ ഒത്തിരി എൻ്റെ ജീവിതത്തിനകത്ത് വന്നിട്ടുണ്ട്. ഞാൻ മടുത്തുപോയ സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിനകത്ത് വന്നിട്ടുണ്ട്. നെഗറ്റീവുകൾ വന്നിട്ടുണ്ട്. പലപ്പോഴും ഹല്ലേലൂയ പലരും പറഞ്ഞിട്ടുണ്ട്, ഇനി അങ്ങനെയൊന്നും നടക്കത്തില്ല. സെഖര്യാവേ, ഈ വാർദ്ധക്യത്തിൽ ഇനി എങ്ങനെ നടക്കാനാ? മാനുഷികമായ നെഗറ്റീവുകൾ, പൈശാചിക മണ്ഡലങ്ങൾ ഹല്ലേലൂയ കൊണ്ടുവരുന്ന പോരാട്ടങ്ങൾ, ശരീരത്തിന്റെ ബലഹീനത, ഇതിന്റെ എല്ലാ നടുവിലും സെഖര്യാവ് ഈ വിഷയത്തിന് വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നുണ്ടെന്നല്ലേ ഹല്ലേലൂയ ദൂതൻ പറഞ്ഞതിനകത്തു നിന്ന് നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത്. സെഖര്യാവിനോട് പറയുക, സെഖര്യാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഹല്ലേലൂയ. ഇന്ന് ഈ ഗ്രൂപ്പിനകത്തിരിക്കുന്ന ആരോടോ പരിശുദ്ധ ആത്മാവ് പ്രവചനാത്മാവിൽ കൈമാറുകയാണ്, ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ഉത്തരമാകുകയാണ്, ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി വരികയാണ്. നാളിതുവരെ സാഹചര്യങ്ങൾ നോക്കാതെ, സാധ്യതകൾ നോക്കാതെ, മുന്നോട്ടുള്ള വഴികൾ കാണാതെ, മടുത്തു പോകാതെ ദൈവസന്നിധി നിലവിളിച്ചില്ലേ? ദൈവസന്നിധിയിൽ ഉപവസിച്ചില്ലേ? ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കി നിലവിളിച്ചില്ലേ? ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം നിന്നോട് കൈമാറുന്നു അതിന് ഉത്തരമായി. ഹല്ലേലൂയ. ഈ കർമ്മൽ പ്രയർ ഗ്രൂപ്പിലുള്ള ഹല്ലേലൂയ സകല വ്യക്തികളോട്, ഇന്ന് ഇതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരോടും പരിശുദ്ധ ആത്മാവ് കൈമാറുന്നു, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുത്തരമായി. പ്രാർത്ഥനയ്ക്കുത്തരമായി. ചില വിഷയങ്ങളിൽ ആഴത്തിൽ അങ്ങനെയൊന്ന് വിശ്വസിക്കാൻ കഴിയുമോ? ഇന്നലെ വരെ ഞാൻ പ്രാർത്ഥിച്ച വിഷയങ്ങൾ, ഇന്നലെ വരെ ഞാൻ ദൈവസന്നിധിയിൽ മുട്ടലിരുന്ന വിഷയങ്ങൾ, ഇന്നലെ വരെ ദൈവസന്നിധിയിൽ എന്റെ സങ്കടം പകർന്ന വിഷയങ്ങൾ, അതിനു മറുപടിയായെന്ന് എന്തോ ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ദൈവജനത്തോട് പ്രവചനാത്മാവിൽ ഞാൻ കൈമാറുകയാണ്. ചിലരെ നോക്കി ആത്മാവിൽ ഞാൻ പ്രവചിക്കുകയാ, നിന്റെ വിഷയത്തിന് മറുപടി, ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം അയക്കുമെന്ന് പറഞ്ഞാൽ അതിനെ സ്വീകരിക്കാൻ കഴിയുന്ന ദൈവജന കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. സാഹചര്യം നോക്കിയാൽ അത് നടക്കാൻ ഒരു സാധ്യതയുമില്ല. കാരണം തന്റെ ഭാര്യ മക്ഷിയ, പ്രായമിത്രയുമായി ഒരു സാധ്യതയുമില്ല, സാഹചര്യമില്ല. ഒരുപക്ഷെ ഇങ്ങനെ ദൂതന് തെറ്റുപറ്റിയോ? ഹല്ലേലൂയ. പ്രവചനത്തിന് തെറ്റുപറ്റിയോ? പലപ്പോഴും ചില പ്രവചനങ്ങൾ കേൾക്കുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ നമ്മളും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്,
ഇതെന്നോട് തന്നെ ആയിരുന്നോ, എനിക്കുള്ളതായിരുന്നോ? ദൈവമക്കളെ, നിങ്ങൾക്കുള്ള പ്രവചന ശബ്ദങ്ങൾ വേറെ ആരും കേൾക്കാൻ ദൈവം വിട്ടുകൊടുക്കത്തില്ല, വേറെ ആരോടും പറയത്തില്ല. നിന്നോടുള്ള ദൈവശബ്ദം, നിന്നോടുള്ള അരുളപ്പാട്, നിന്നോടുള്ള പ്രോമിസ് നിനക്ക് വേണ്ടി മാത്രം തക്ക സമയത്ത് തുറക്കത്തക്കവണ്ണം ദൈവം നിനക്ക് വേണ്ടി ചില വഴികൾ തുറക്കാൻ തുടങ്ങുകയാ. ഹല്ലേലൂയ. സെഖര്യാവിന് അല്പം സംശയമൊക്കെ ഉണ്ടായി. എന്നാലും ദൂതന്റെ വാക്ക് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. കാരണം ഓരോ രാത്രിയും ഞാൻ അങ്ങനെ അങ്ങ് ചിന്തിക്കുകയാണ്, ഓരോ മിനിറ്റും എപ്പോഴെല്ലാം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോഴോ അപ്പോഴെല്ലാം ഒരുപക്ഷെ സെഖര്യാവ് ഈ പ്രാർത്ഥന വാചകൾ ഉരുവിടുന്നുണ്ടാകും. ഇന്ന് രാത്രി എന്തോ പരിശുദ്ധ ആത്മാവ് ചിലരെ നോക്കി പ്രവചിക്കുകയാണ്. എപ്പോഴെല്ലാം ദൈവസന്നിധിയിൽ ഇരിക്കാൻ അവസരം ലഭിക്കുന്നോ, എപ്പോഴെല്ലാം ദൈവസന്നിധിയിൽ കരയാൻ അവസരം ലഭിക്കുന്നോ, ആ സമയത്തെല്ലാം നീ ഓടി വന്ന് ദൈവത്തോട് പറയുന്ന പ്രാർത്ഥനയില്ലേ, ആ സമയത്തെല്ലാം നീ ഓടി വന്ന് ദൈവത്തോട് പറയുന്ന വിഷയമില്ലേ, ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം അതിനെ നോക്കി കൈമാറുകയാ. കുഞ്ഞെ, നിന്റെ വിഷയത്തിന് ഇന്ന് രാത്രി മറുപടിയുണ്ട്. ഇന്ന് രാത്രി കുഞ്ഞെ, നിന്റെ വിഷയത്തിന് മറുപടിയുണ്ട്. നാളുകളായി പിശാച് അടച്ചു വെച്ചിരിക്കുന്നത്, നാളുകളായി പിശാച് തുറക്കാതെ നിന്റെ കൺമുൻപിൽ വെളിപ്പെടാതെ അടച്ചു വെച്ചിരിക്കുന്നത് ഇന്ന് രാത്രി തുറക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ അതിനെ സ്വീകരിക്കാൻ കഴിയുന്ന ദൈവജനം കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. അടയപ്പെട്ട സകല ഡോറുകളും ഓപ്പൺ ആകട്ടെ. ചിലരുടെ മേൽ ഇന്ന് രാത്രി വചനം തുറക്കുകയാ. ആ ഭാഗം ഇന്ന് രാത്രി ശക്തമായി തുറക്കുകയാ. എന്റെ കുറിവാക്യം അതല്ല എങ്കിലും ഇന്ന് രാത്രി ഇതിനകത്ത് കയറിയപ്പോൾ, ജോയിൻ ചെയ്തപ്പോൾ പരിശുദ്ധ ആത്മാവ് എന്റെ അകത്ത് തന്ന ഒരു വേദഭാഗം അത്. എനിക്കറിയത്തില്ല, ഈ വചനവുമായി ചിലരെ കർത്താവ് ഭയങ്കരമായി കണക്ട് ചെയ്യുന്നു. അസാധാരണമായ നിലയിൽ കണക്ട് ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടിയുണ്ട്, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ഇന്നലെ വരെ ആര് നിനക്ക് മറുപടി ലഭിക്കത്തില്ലെന്ന് പറഞ്ഞോ, ഇന്നലെ വരെ ഹല്ലേലൂയ നിന്റെ മറുപടി കാണത്തില്ലെന്ന് പറഞ്ഞ വിഷയങ്ങൾ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം അതിനെ തുറക്കാൻ തുടങ്ങുകയാ. ഹല്ലേലൂയ. ശരീരത്തിന് ബലഹീനതയുണ്ട്, തൻ്റെ ഭാര്യ മച്ചിയ, ആ ഭാഗമൊക്കെ നമുക്ക് നന്നായി അറിയാം. നല്ല വചനം അറിയാമെന്ന് ദൈവമക്കളെ എൻ്റെ മുന്നിൽ ഇരിക്കുന്നത്. ഹല്ലേലൂയ. പക്ഷെ അതിന്റെ നടുവിൽ കർത്താവ് പറയുകയാണേ, ഹല്ലേലൂയ, സെഖര്യാവേ, നീ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിഷയമില്ലേ, നീ ഹല്ലേലൂയ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും എപ്പോഴൊക്കെ ദൈവസന്നിധിയിൽ ഇരിക്കാമോ അപ്പോഴെല്ലാം ദൈവസന്നിധിയിൽ ഇരുന്ന് കരയുന്ന വിഷയമില്ലേ, അതിന് മറുപടി ഉണ്ട്, അതിന് മറുപടി ഉണ്ട്, അതിന് മറുപടി ഉണ്ട്. ഇന്ന് രാത്രി ആരെയോ കർത്താവ് ഉറപ്പിക്കുകയാ. ആരെയോ തമ്പുരാൻ ഇന്ന് രാത്രി ഉറപ്പിക്കുന്നു. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്, നിന്റെ വിഷയത്തിന് മറുപടി ഉണ്ട്. നിന്റെ കണ്ണുനീര് കാണുന്ന ഒരു കർത്താവ്, നിന്റെ നിലവിളി കേൾക്കുന്ന ഒരു കർത്താവ് ഇന്ന് രാത്രി മീറ്റിങ്ങിനകത്ത് ഇറങ്ങി വന്ന് നിന്നോട് സംസാരിക്കുക. കുഞ്ഞെ, നിന്റെ വിഷയത്തിന് മറുപടി. ഇന്ന് രാത്രി വിശ്വസിക്കാൻ പറ്റുമോ? ഇന്ന് രാത്രി നീ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നാളെ പ്രഭാതത്തിനകത്ത് ദൈവത്തിന്റെ മറുപടി നിന്റെ കൺമുൻപിൽ വെളിപ്പെടുമെന്ന്. ചില വിഷയങ്ങൾക്കകത്ത് ദൈവത്തിന്റെ മറുപടി, ചില വിഷയങ്ങൾക്കകത്ത് ദൈവത്തിന്റെ മറുപടി വെളിപ്പെടുമെന്ന്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില ദൈവപ്രവർത്തികൾ വേഗത്തിൽ വെളിപ്പെടുമെന്ന് പരിശുദ്ധ ആത്മാവ് ചിലരെ നോക്കി ആത്മാവിൽ കൈമാറുന്നു. വിശ്വാസത്തോടെ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആ വിടുതലുകൾ വേഗത്തിൽ കാണാൻ കഴിയും. രാത്രി ചിന്തയ്ക്കായി വേഗത്തിൽ ഒരു വേദഭാഗം വായിക്കാം. യിരെമ്യാ പ്രവചനം 31 അധ്യായം അതിന്റെ 11 വേദഭാഗം ഒന്ന് വായിച്ചാട്ടെ. യിരെമ്യാ പ്രവചനം 31 അധ്യായം അതിന്റെ 11 വേദഭാഗം ആരെങ്കിലും ഒന്ന് വായിച്ചാട്ടെ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ.
വായിച്ച കുറിവാക്യം ഇരമ്യാ പ്രവചനം 31 അധ്യായം അതിന്റെ 11 വേദഭാഗമാണ് ഇവിടെ വായിച്ചത്. ഇങ്ങനെ വായിക്കുന്നു: യഹോവ യാക്കോബിനെ വീണ്ടെടുത്ത് അവനേക്കാൾ ബലവാനായവന്റെ കയ്യിൽ നിന്ന് അവനെ രക്ഷിച്ചിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവത്തിന് നിങ്ങളോട് ഈ വചനത്തിൽ കൂടെ സംസാരിക്കുവാനുള്ളത്, ഹല്ലേലൂയ, പ്രാർത്ഥനയോടെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. കർത്താവ് നിങ്ങളോട് സംസാരിക്കും. യഹോവ യാക്കോബിനെ വീണ്ടെടുത്ത് അവനേക്കാൾ ബലവാനായവന്റെ കയ്യിൽ നിന്ന് അവനെ രക്ഷിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങൾക്ക് മുകളിൽ പിശാച് എത്ര വലിയ ബലവാനായാലും, നിങ്ങൾക്ക് പ്രതിയോഗിയായി നിൽക്കുന്ന പിശാച് എത്ര വലിയ ബലവാനായാലും, സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അവന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ ഇറങ്ങി വരികയാണ്. ആരോ ഇവിടെ പ്രാർത്ഥിച്ചവൾ ഒരു പ്രാർത്ഥനാ വാചകം ഉരുവിട്ടു: ബലവാനും ബലഹീനനും തമ്മിലൊരു കാര്യമുണ്ടായാൽ, ബലവാനും ബലഹീനനും തമ്മിലൊരു കാര്യമുണ്ടായാൽ ബലഹീനൻ അങ്ങാണ് തുണ, ബലഹീനന് കർത്താവാണ് തുണ. ദൈവമക്കളെ, നിനക്ക് ബലവാൻ, നിനക്ക് ഹല്ലേലൂയ ഒരു പ്രശ്നം വന്നാൽ, നിനക്കൊരു പ്രതികൂലം വന്നാൽ, ഹല്ലേലൂയ നിനക്കൊരു പ്രതിസന്ധി വന്നാൽ മാനുഷികമായ വഴികളല്ല തേടേണ്ടത്. ഹല്ലേലൂയ, മാനുഷികമായ സാധ്യതകളല്ല നിങ്ങൾ അന്വേഷിക്കേണ്ടത്. പ്രാർത്ഥനാ മുറിക്കകത്ത് കയറിയിരുന്ന് നിങ്ങളുടെ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ പകർന്നാൽ, ഹല്ലേലൂയ, എത്ര വലിയ ബലവാനാണെങ്കിലോ, പിശാച് എത്ര വലിയ ബലവാനാണെങ്കിലോ, അതിനകത്തു നിന്ന് നിങ്ങളെ അവന്റെ കയ്യിൽ നിന്ന് വീണ്ടെടുത്ത് നിന്നെ രക്ഷിക്കുന്ന ഒരു കർത്താവ് ഇന്ന് രാത്രി നിന്റെ വീടിനകത്ത്, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിനകത്ത് ഇറങ്ങി വരുന്നെന്ന് ഞാൻ പറഞ്ഞാൽ, അത് കാണുന്ന അനുഭവിക്കുന്ന ദൈവജന കർത്താവിനെ കരമടിച്ച് സ്തുതിച്ചാട്ടെ. ഇവിടെ പറയാ, യഹോവ യാക്കോബിനെ വീണ്ടെടുത്ത് അവനേക്കാൾ ബലവാനായവന്റെ കയ്യിൽ നിന്ന്. പിശാച് എപ്പോൾ നമ്മളെക്കാൾ ബലവാനാ, പക്ഷെ അവന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ തലമുറയെയും നിന്റെ വാഗ്ദത്തങ്ങളെയും, ഹല്ലേലൂയ, ബലവാനായ പിശാചിന്റെ കയ്യിൽ നിന്ന്, ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവം വീണ്ടെടുക്കാൻ തുടങ്ങുകയാ. നിന്റെ വാഗ്ദത്തങ്ങൾക്ക് മേലെ പൊരുന്നിരിക്കുന്ന, നിന്റെ വാഗ്ദത്തങ്ങൾക്ക് മേകളിൽ പൊരുന്നിരിക്കുന്ന, നിന്റെ തലമുറയുടെ വാഗ്ദത്തങ്ങൾക്ക് മുകളിൽ പൊരുന്നിരിക്കുന്ന, നിന്റെ തലമുറയുടെ ഭാവിക്ക് മുകളിൽ വരുന്ന, ഹല്ലേലൂയ, ബലവാനായ പൈശാചിക ശക്തികളുടെ നടുവിൽ നിന്ന് ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം നിന്നെ വീണ്ടെടുക്കാൻ തുടങ്ങുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യാക്കോബിന്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ഒത്തിരി പ്രതികൂലത്തിനകത്തുകൂടെ കടന്നുപോയൊരു വ്യക്തിയാ. തൻ്റെ മേൽ കിടക്കുന്ന, താൻ അനുഭവിച്ച പ്രതികൂലം ഒരുപക്ഷെ ഞാനിങ്ങ് ചിന്തിക്കുന്നു, തൻ്റെ അകത്ത് കിടന്ന വാഗ്ദത്തത്തോടുള്ളത് കൂടെയാ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നീ അനുഭവിക്കുന്ന പല പ്രതികൂലവും നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തത്തോടുള്ള പ്രതികൂലമാണ്. നിന്റെ മേൽ കിടക്കുന്ന നിയോഗങ്ങളോടുള്ള പ്രതികൂലമാണ്. നിന്റെ മേൽ കിടക്കുന്ന ശുശ്രൂഷയോടുള്ള പ്രതികൂലമാണ്. ഹല്ലേലൂയ. എൻ്റെ മുന്നിരിക്കുന്ന ദൈവദാസിമാരെ, അഭിഷക്ത ദൈവദാസിമാരോട് പരിശുദ്ധ ആത്മാവിൽ ഞാൻ പ്രവചന ദൂത് കൈമാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ അനുഭവിക്കുന്ന ചില പ്രതികൂലങ്ങളില്ലേ, നീ അനുഭവിക്കുന്ന ചില പ്രതിസന്ധികളില്ലേ, അത് ഹല്ലേലൂയ നിന്നോടുള്ളത് മാത്രമല്ല, നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തത്തോടും നിന്റെ മേൽ കിടക്കുന്ന, ഹല്ലേലൂയ, ദൈവിക ഹല്ലേലൂയ പ്രോമിസിനോടും ഉള്ളതാ. കാരണം യാക്കോബിനെ പറ്റി നമ്മൾ പഠിച്ചാൽ, തൻ്റെ അമ്മയുടെ ഉദരത്തിനകത്ത് 2 കുഞ്ഞുങ്ങൾ. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ ആ ഭാഗം നമ്മൾ വായിക്കുന്നത്, 2 തലമുറകൾ ഉരുവാകുന്നു. 2 തലമുറകള് ഉരുവായി വരുമ്പോൾ അവിടെ വച്ച് തന്നെ
തൻ്റെ ജീവിതത്തിൽ ഭയങ്കര പ്രതികൂലം വരികയാണ്. ഈ ഉദരത്തിൽ വെച്ച് ഒരു വലിയ ദൈവശബ്ദം താൻ കേൾക്കുകയാണ്. അവിടെ പറഞ്ഞു 2 ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട്. 25 അധ്യായമൊക്കെ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഉൽപ്പത്തി പുസ്തകം ജനസിസ് 25, 26 ഒക്കെ വായിക്കുമ്പോൾ നമുക്കത് പിടികിട്ടും. 2 ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട്, 2 വംശങ്ങൾ നിന്റെ ഉദരത്തിൽ നിന്ന് പിരിയും, ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടുന്നു. അടുത്ത ഒരു ദൈവശബ്ദം, മൂത്തവൻ ഇളയവനെ സേവിക്കും. മൂത്തവൻ ഇളയവനെ സേവിക്കും. ഈ ഒരു വലിയ പ്രോമിസ് കേട്ടപ്പോൾ തന്നെ തന്നോടുള്ള പോരാട്ടം ഉദരത്തിനകത്തു വെച്ച് നേരിടാൻ തുടങ്ങി. ഉദരത്തിനകത്തു വെച്ച് തന്നോടൊരു വലിയ പോരാട്ടം ഉണ്ടാകാൻ തുടങ്ങി. ഹല്ലേലൂയ. വാഗ്ദത്തം എന്നാ? മൂത്തവൻ ഇളയവനെ സേവിക്കും. ലോകത്തിൽ ഒരിക്കലും നടക്കാത്തൊരു സാധാരണഗതിയില് ഹല്ലേലൂയ ഇളയവൻ മൂത്തവനെ സേവിക്കുമെന്നല്ലേ. പക്ഷെ ഇതെന്തൊരു വലിയ പ്രോമിസാ. ഇതാ ദൈവം ചിലതിനെ തെരഞ്ഞെടുക്കാൻ തുടങ്ങി. ദൈവം ഒരുവനെ തെരഞ്ഞെടുക്കാൻ മാനുഷികമായ തെരഞ്ഞെടുപ്പുകളല്ല, മാനുഷികമായ സാധ്യതകൾ നോക്കിയല്ല, സാഹചര്യങ്ങൾ നോക്കിയല്ല. ദൈവം ഒരുവനെ തെരഞ്ഞെടുക്കാൻ തുടങ്ങിയാൽ, ദൈവം ഒരുവനെ ഉപയോഗിക്കാൻ ആഗ്രഹിച്ചാൽ സാധ്യതകളെ തിരിച്ച് സാഹചര്യങ്ങളെ മാറ്റി ഇന്നു രാത്രി പരിശുദ്ധ ആത്മാവ് ആരോട് പ്രവചിക്കുകയാണ്? ദൈവം നിന്നെ തെരഞ്ഞെടുത്തത് ചിലതിനെയൊക്കെ തട്ടി മാറ്റിയിട്ടാണെന്ന്, ചിലതിനെയൊക്കെ തട്ടിക്കളഞ്ഞിട്ട് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവന്നതാണെന്ന്. ഇവിടെ പറഞ്ഞു ഹല്ലേലൂയ, മൂത്തവൻ ഇളയവനെ സേവിക്കും. ഇത് കേൾക്കുന്നത് അവരുടെ മാതാവ്. ഉദരത്തിൽ വെച്ച് തന്നെ ഇവര് തമ്മിൽ ഭയങ്കര വിഷയമുണ്ടായി. ഉദരത്തിൽ വെച്ച് ഇവർ പുറത്തു വരുന്ന സമയമായപ്പോൾ ഹല്ലേലൂയ അവന്റെ തലയിൽ ചവിട്ടി പുറത്തു വരാൻ തുടങ്ങിയപ്പോൾ തൻ്റെ തലയിലേക്ക് അല്ലെ തൻ്റെ വാഗ്ദത്തത്തിലേക്ക് ചവിട്ടി, തൻ്റെ വാഗ്ദത്തത്തെ ചവിട്ടി ഒതുക്കി പുറത്തു വരാമെന്ന് ഹല്ലേലൂയ മറ്റൊരുവൻ ചിന്തിച്ചപ്പോൾ തൻ്റെ തലയുടെ മുകളിൽ അവൻ ചവിട്ടുവാൻ അനുവദിക്കാതെ, തൻ്റെ തലയുടെ മുകളിൽ അവൻ ചവിട്ടുവാൻ അനുവദിക്കാതെ തൻ്റെ വാഗ്ദത്തത്തെ ഒരുത്തനും ചവിട്ടുവാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ് ഹല്ലേലൂയ അവന്റെ കൈയുടെ ഹല്ലേലൂയ കൈ ഏശാവിന്റെ കുതികാൽ പിടിച്ചിരിക്കുന്നു എന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ തൻ്റെ വാഗ്ദത്തത്തിന്റെ മുകളിൽ അല്ലെങ്കിൽ തൻ്റെ തലയുടെ മുകളിൽ ഹല്ലേലൂയ ചവിട്ടുവാൻ നിൽക്കുവാൻ തന്നെ അനുവദിക്കത്തില്ലെന്ന് ഹല്ലേലൂയ ഇന്ന് രാത്രി പിടികിട്ടിയവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാ. നിന്റെ വാഗ്ദത്തത്തിന്റെ മുകളിൽ ചവിട്ടുവാൻ, നിന്റെ വാഗ്ദത്തത്തിന്റെ മുകളിൽ കയറി നിൽക്കുവാൻ ഹല്ലേലൂയ നിന്നേക്കാൾ ബലവാനായവൻ എഴുന്നേറ്റ് വരുമ്പോൾ അകത്തു വെളിപ്പാടുള്ളവൻ, അകത്തു വെളിപ്പാടുള്ള ദൈവമക്കൾ പ്രാർത്ഥനാ മുറിക്കകത്തിരുന്ന് അതിനെ അനുവദിക്കാതെ ആത്മാവിൽ അതിനെ പടവെട്ടി ജയിക്കുവാൻ ഹല്ലേലൂയ പുറത്തു വരാൻ നോക്കുമ്പോൾ, തൻ്റെ തലയിൽ ചവിട്ടി പുറത്തു വരാൻ നോക്കുമ്പോൾ താൻ അതിനനുവദിക്കാതെ, നിങ്ങൾ ആ ഭാഗമൊക്കെ വായിക്കണേ. ഹല്ലേലൂയ ഉൽപ്പത്തി പുസ്തകം 25 അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുകയാ. അവന്റെ കൈ ഏശാവിന്റെ കുതികാൽ പിടിച്ചിരിക്കുന്നുവെന്ന്. ഹല്ലേലൂയ തന്റെ തലമേൽ ചവിട്ടാൻ അനുവദിക്കാതെ ഇന്ന് രാത്രി എന്തോ ഈ ഭാഗം പരിശുദ്ധാത്മാവ് ഒത്തിരി ശാന്തമായി ഇടപെടുന്നു. ചിലതിന്റെയൊക്കെ വാഗ്ദത്തത്തിന്റെ മുകളിൽ ബലവാനായവൻ കയറി നിന്ന് ഹല്ലേലൂയ അതിനെ ചവിട്ടി താഴ്ക്കുവാൻ നോക്കുമ്പോൾ രാത്രി സ്വർഗത്തിലെ ദൈവം നിന്നോട് കൈമാറുകയാ. അതിന്റെ മുകളിൽ അതിനെ ജയിക്കുവാൻ ഒരു അഭിഷേകം സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ മേൽ തുറക്കുന്നെന്ന് പറഞ്ഞ ഹല്ലേലൂയ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. ചിലതിന്റെ മേൽ ഇന്ന് ഭയങ്കരമായ അധികാരത്തെ പരിശുദ്ധാത്മാവ് തുറക്കുന്നു. സുജാസജി അടിവേശിരിക്കുന്ന ആന്റി പരിശുദ്ധാത്മാവനോട് ഇങ്ങനെ ഒരു പദം പറയുന്നു,
വാഗ്ദത്തത്തിന്റെ മുകളിൽ ചവിട്ടുവാൻ നോക്കുന്ന, വാഗ്ദത്തത്തെ ചവിട്ടി താഴ്ത്തുവാൻ നോക്കുന്ന ചില ബലവാന്മാരുടെ മുകളില് ബലമുള്ള ശത്രുവിന്റെ മുകളില് കയറി നിന്ന് അതിനെ അഭിഷേകത്തോടെ ജയിക്കുവാൻ ഇന്നു രാത്രി ഒരു അധികാരത്തെ പരിശുദ്ധ ആത്മാവ് കൈമാറുന്നെന്ന് ആത്മാവാലോചന കൈമാറുന്നു. പരിശുദ്ധന്മാവനോട് പ്രവചിക്കുന്നു, ചില വാഗ്ദത്തങ്ങൾ പുറത്തു വരാൻ സമയമായി, ചില വാഗ്ദത്തങ്ങൾ വെളിപ്പെട്ടു വരാൻ സമയമായി. ഹല്ലേലൂയ. നിന്നെ ചവിട്ടി ഒതുക്കുവാൻ നോക്കുന്നവന്റെ കാലും പിടിച്ചുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ദാ നോക്കിക്കേ, യാക്കോബ് പുറത്തു വരികയാ. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ഇന്ന് രാത്രി ഞാൻ പ്രവചനാത്മാവിൽ കൈമാറുകയാ. ചിലതിനെ തമ്പുരാൻ നിന്റെ കയ്യിൽ തരികയാ, ചിലതിനെ പിടിക്കുവാൻ, ചിലതിനെ ജയിക്കുവാൻ ഒരധികാരത്തെ ഇന്ന് രാത്രി ഈ സ്വർഗത്തിലെ ദൈവം കൈമാറുന്നു. ചില വാഗ്ദത്തങ്ങളെ നാളുകളായി ഒതുക്കി വെച്ചിരിക്കുന്ന, ചില വാഗ്ദത്തങ്ങളെ നാളുകളായി കാണുവാൻ കഴിയാതെ ഒതുക്കി വെച്ചിരിക്കുന്ന ചില മേഖലകളെ പിടിച്ച് ജയിക്കുവാൻ ഒരധികാരത്തെ പരിശുദ്ധാത്മാവിനോട് പ്രവചനാത്മാവിൽ കൈമാറുന്നു. ഹല്ലേലൂയ. 4 വിഷയവുമായി ബന്ധപ്പെട്ട് ചില നാളുകളായി ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതിനകത്ത് കർത്താവിന്റെ കരം ശക്തമായി വെളിപ്പെടുന്നെന്ന് പരിശുദ്ധ ആത്മാവ് ആലോചന കൈമാറുന്നു. അതിന്റെ വിടുതലുകൾ പല സമയത്ത് കയ്യെത്തും ദൂരത്ത് വെച്ച് മറിഞ്ഞു പോയതുപോലെ, അതിന്റെ വിടുതലുകൾ പലപ്പോഴും എത്തി നിന്ന സമയത്ത് മറിഞ്ഞു പോയതുപോലെ മറിച്ചു കളഞ്ഞതിനെ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി തുറക്കുകയാണത് ആത്മാവാലോചന കൈമാറുകയാ. ഇന്ന് രാത്രി പരിശുദ്ധ ആത്മാവിന്റെ നിയോഗം അതിശക്തമായി തുറക്കുന്നു. നോക്കിക്കോ, ഉദരത്തിൽ വെച്ച് തന്നെ പോരാട്ടവാ. കാരണം ഹല്ലേലൂയ, ഇവനെ പറ്റിയുള്ള ദൈവിക പദ്ധതി ഭയങ്കര വലുതാ. അപ്പൊ ഈ ദൈവിക പദ്ധതി പുറത്തു വരാതെ ഉദരത്തിനകത്ത് വെച്ച് തന്നെ ഒതുക്കിക്കളയാൻ നോക്കുന്ന ഒരു പോരാട്ടം. പക്ഷെ അതിനനുവദിക്കത്തില്ല. ഇന്ന് രാത്രി എത്ര പേർക്ക് ഉറപ്പുണ്ട്, എന്റെ വാഗ്ദത്തത്തിന് മുകളില്, എന്റെ വാഗ്ദത്തത്തിന് മുകളിൽ കയറുവാൻ, എന്റെ വാഗ്ദത്തത്തിന് മുകളിൽ നിൽക്കുവാൻ ഒരു ബലവാനെയും ഞാൻ അനുവദിക്കത്തില്ല. ഒരു പൈശാചിക ശക്തികളെയും ഞാൻ അനുവദിക്കത്തില്ലെന്ന് ഇന്ന് രാത്രി എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? ദൈവമക്കളെ, വിട്ടുകൊടുക്കരുത്. നിന്റെ വാഗ്ദത്തത്തിന്റെ മുകളിൽ കയറി നിൽക്കുവാൻ, നിന്റെ ശുശ്രൂഷകളെ ഒതുക്കി കളയുവാൻ നോക്കുന്ന ഹല്ലേലൂയ, നിന്റെ ഹല്ലേലൂയ ശുശ്രൂഷകളെ ചവിട്ടി താഴേക്കാക്കാൻ നോക്കുന്ന ആ പൈശാചിക ശക്തികളുടെ മുകളിൽ നിൽക്കുവാൻ ഹല്ലേലൂയ ഇവന്റെ കൈയെ പിടിച്ച്, ഏശാവിന്റെ കുതികാൽ പിടിച്ച് പുറത്തു വരികയാ. ഹല്ലേലൂയ. അവിടുന്ന് തുടങ്ങി തൻ്റെ മേൽ കിടക്കുന്ന വലിയ വലിയ പ്രോമിസുകളുടെ ഓരോ നിവർത്തീകരണം വരുന്ന ടൈം ആകുമ്പോൾ ഹല്ലേലൂയ പ്രതികൂലം വരും. നോക്കിക്കേ, അവിടുന്ന് അവരുടെ വളർച്ച കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ നോക്കിക്കേ, പിന്നെ ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്തു, അമ്മ പറഞ്ഞു കൊടുത്തു, എല്ലാം ചെയ്തു. ഒറ്റ രാത്രി എല്ലാം വിട്ട് താൻ പുറത്തേക്ക് ഓടേണ്ടി വരുന്ന ഒരു സാഹചര്യം. എല്ലാം വിട്ടു. പക്ഷെ പിടിച്ചു വാങ്ങിയ അല്ലെങ്കിൽ തട്ടിയെടുത്തെന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു വാഗ്ദത്തം, ഒരനുഗ്രഹം തൻ്റെ മേൽ കിടക്കുന്നു. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു.
കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോന്നും നടക്കുന്നത്, ദൈവമക്കളെ, ഓരോന്നും നടക്കുന്നത് അത് ദൈവിക ഒരു കുഞ്ഞു കാര്യമാണെങ്കിലും അത് ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ചാണ് നടക്കുന്നത്. ഇന്ന് രാത്രി എത്ര പേർക്ക് ഉറപ്പുണ്ട് എൻ്റെ ജീവിതത്തിനകത്ത് നടക്കുന്ന ഓരോ കാര്യത്തിനകത്തും ദൈവത്തിൻ്റെ ഒരു വലിയ പ്ലാനും പദ്ധതിയും ഉണ്ടെന്ന്, ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതി ഉണ്ടെന്ന്? ഹല്ലേലൂയ! എത്ര പേർക്ക് ഇന്ന് രാത്രി ഉറപ്പുണ്ട് നിങ്ങളുടെ ജീവിതത്തിനകത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങൾക്കും? നോക്കിയേ, അമ്മ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തു, അനുഗ്രഹം മേടിക്കാനുള്ള എല്ലാ സപ്പോർട്ടുകളും ചെയ്തു കൊടുത്തു. പക്ഷെ വീട് വിട്ടിറങ്ങിയപ്പോൾ കൂടെ ആരുമില്ലായിരുന്നു. അന്നേരം വരെ എല്ലാ ബുദ്ധിയും പറഞ്ഞു കൊടുത്ത അമ്മ കൂടെ ഇല്ല. ഹല്ലേലൂയ! ചേഷ്ടനെ പേടിച്ച് താൻ വീട് വിട്ട് ഓടുകയാ. ഒരാളെ ഉള്ളു കൂടെ, സ്വർഗത്തിലെ ദൈവം മാത്രം. അമ്മയുടെ ഉദരത്തിൽ വെച്ച് ഉരുവാകുന്നതിന് മുന്നേ വാഗ്ദത്തം പറഞ്ഞ ദൈവം മാത്രമേ കൂടെയുള്ളൂ. ഹല്ലേലൂയ! ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ചില സമയങ്ങളിൽ നീ എവിടെ നിന്നെങ്കിലുമൊക്കെ ഒറ്റപ്പെടുന്നുണ്ടെങ്കിൽ, എവിടെ നിന്നെങ്കിലുമൊക്കെ നീ ഏകാന്തത അനുഭവിക്കുന്നുണ്ടെങ്കിൽ, എവിടെങ്കിലുമൊക്കെ നീ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്ക്, നിന്നെ ഹല്ലേലൂയ ചിലതിനകത്തു നിന്ന് കർത്താവ് വേർപെടുത്തി കൊണ്ടുവരികയാണ്. ചിലതിനകത്തു നിന്നൊക്കെ കർത്താവ് നിന്നെ വേർപെടുത്തി കൊണ്ടുവരുന്നതിന്റെ പിന്നില് ദൈവത്തിന്റെ വലിയൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ! നിനക്ക് കൂട്ടുകാര് നഷ്ടപ്പെട്ടോ? ഹല്ലേലൂയ! ചാർച്ചക്കാര് നഷ്ടപ്പെട്ടോ? ബന്ധുമിത്രാദികൾ നഷ്ടപ്പെട്ടോ? ഹല്ലേലൂയ! നിന്റെ കുടുംബത്തിനകത്തു നിന്ന് നീ അകന്നുപോയോ? ഒരു കാര്യം മനസ്സിലാക്ക്, നീ ഇസ്രായേൽ ആകുന്ന ഒരു സമയമുണ്ട്. നീ ഇസ്രായേൽ ആകുന്ന ഒരു സമയമുണ്ട്. നീ പുറത്തു വരുന്ന ഒരു സമയം. ഒറ്റപ്പെടലുകൾക്കകത്തു, ഒറ്റപ്പെട്ടപ്പോഴും രാത്രിയുടെ യാമങ്ങളും ഹല്ലേലൂയ ഉറങ്ങുവാൻ സമയമില്ലാതെ, ഉറങ്ങുവാൻ സാഹചര്യങ്ങളില്ലാതെ, ഹല്ലേലൂയ കല്ല് തലയണയായി വെച്ചുറങ്ങുമ്പോഴും ഒരുപക്ഷെ താനിങ്ങനെ ചിന്തിച്ചു കാണും, എന്തുകൊണ്ടാ? പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിന്നെ ഇങ്ങനെ മാറ്റിക്കൊണ്ടു പോകുന്നതിന്റെ പിന്നിൽ ഒരു ദൈവിക പദ്ധതിയുണ്ട്. കാരണം മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്നുള്ള പ്രോമിസ് നിറവേറണമെങ്കിൽ, മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്നുള്ള ഹല്ലേലൂയ പ്രോമിസ് നിറവേറണമെന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ ദൈവത്തിന്റെ നിർദ്ദേശത്തിനനുസരിച്ച് ചില ഇടങ്ങളിൽ നിന്ന് നീ മാറി നിൽക്കേണ്ടി വരും. ചില ഇടങ്ങളിൽ നിന്ന് നീ അകന്നു മാറേണ്ടി വരും. ചില ഇടങ്ങളിൽ നിന്ന് നീ ഓടിപ്പോകേണ്ടി വരും. ഇതിനർത്ഥം എന്നേക്കുമായി നീ അവസാനിക്കുന്നല്ല, എന്നേക്കുമായി നീ തീരുന്നല്ല. ഹല്ലേലൂയ! ഹല്ലേലൂയ! നിന്നെ മാറ്റിയതിന്റെ പിന്നിൽ ദൈവത്തിന് ഒരു വലിയ പദ്ധതിയുണ്ട്. ഗ്രേസിയാന്റി പരിശുദ്ധാത്മാവിനോട് പ്രവചനാത്മാവിൽ കൈമാറുന്നു. ചില ഏരിയക്കകത്തു നിന്ന് അഭിഷക്ത ദാസി കർത്താവ് മാറ്റി നിർത്തിയെന്നത് പിന്നില് ദൈവത്തിന്റെ വലിയൊരു മഹത്വം വെളിപ്പെടാനുണ്ടെന്ന് ആത്മാവാലോചന കൈമാറുകയാ. ഒരു യാക്കോബിനെ പോലെ പലപ്പോഴും നീ ഒറ്റപ്പെട്ട ചില മേഖലകളുണ്ട്. ഒറ്റപ്പെട്ടു പോയി ഏകാന്തത അനുഭവിച്ച, ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞ, ഒറ്റയ്ക്കിരുന്ന് നിലവിളിച്ചേക്ക ചില മേഖലകളുണ്ട്. അതിന്റെ നടുവിൽ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം കൈമാറുന്നു. നിന്നെ അടുത്തൊരു നിയോഗത്തിലേക്ക് കയറ്റുവാൻ, അടുത്തൊരു നിയോഗത്തിലേക്ക് കയറ്റിക്കൊണ്ടുവരുവാൻ ദൈവത്തിന് വലിയ പ്ലാനുകളും പദ്ധതികളും ഉണ്ടെന്ന് ആത്മാവാലോചന കൈമാറുന്നു. എന്നാൽ പലപ്പോഴും ചില സാഹചര്യങ്ങൾക്കകത്ത് ഒതുങ്ങിപ്പോയ അവസ്ഥകൾ, സാഹചര്യങ്ങൾക്കകത്ത് നീ എവിടൊക്കെയോ ഒതുങ്ങിപ്പോയി എന്ന സ്വർഗത്തിലെ ദൈവം കൈമാറുന്നു. 2025 ഹല്ലേലൂയ ഒത്തിരി കർത്താവിന് വേണ്ടി ഓടുവാൻ, ഒത്തിരി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നെന്ന്. ഹല്ലേലൂയ! ഹല്ലേലൂയ! ദൈവം നിങ്ങളെ ഒത്തിരി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന് ഈ സ്വർഗത്തിലെ ദൈവം എന്നെ കാണിക്കുന്നു. പലപ്പോഴും യാക്കോബ് കരഞ്ഞതുപോലെ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞ, ഒത്തിരി സമയങ്ങൾ
അതിനകത്ത് കർത്താവിന്റെ കരം ഇറങ്ങുന്ന ആത്മാവ് പ്രവചിക്കുന്നു. ശാന്തുലമ സാർബാനിയ ലബാർദ പ്രമാരിയ ഹദരഘടകസിയ. കർത്താവിന് ഒത്തിരി കാര്യങ്ങൾ ചെയ്തെടുപ്പിക്കാനുണ്ടെന്ന്. എന്തോ പരിശുദ്ധാത്മാവനോട് അങ്ങനെ പറഞ്ഞു. ദൈവരാജ്യത്തിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ആൻറ്റി നിങ്ങളെ കൊണ്ട് പരിശുദ്ധയാത്മാവിന് ചെയ്തെടുപ്പിക്കാനുണ്ടെന്ന് ആത്മാവ് ആലോചന കൈമാറുകയാ. കർത്താവിന്റെ കയ്യിൽ ഇണങ്ങിയ ഒരു പാത്രമായി നിന്നുകൊടുത്താൽ മതി. ദൈവഹിതത്തിനനുസരിച്ച് നിന്നുകൊടുത്താൽ കർത്താവ് ചില മേഖലകൾക്കകത്തേക്ക് നിങ്ങളെ ഹല്ലേലൂയ ഉപയോഗിക്കുന്നത് പോലെ എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവെന്നെ കാണിക്കുന്നു. ചില വേദികൾക്കകത്തേക്ക് നിങ്ങളെ കർത്താവ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നെന്ന്. ചില വചനവുമായി ബന്ധപ്പെട്ട് വചന ശുശ്രൂഷകളുമായി കർത്താവ് നിങ്ങളെ ഒത്തിരി വേദികൾക്കകത്തേക്ക് കൊണ്ടുപോകുന്നത് പോലെ അങ്ങനെ ഒരു കാഴ്ച കാണിക്കുന്നു. നിങ്ങളുടെ ശുശ്രൂഷയുടെ വേഗതകളെ കർത്താവ് കൂട്ടുന്നു. ശുശ്രൂഷയുടെ ചില വേഗതകളെ കർത്താവ് കൂട്ടുന്നെന്ന് ആത്മാവ് ആലോചന കൈമാറുന്നു. വിശ്വസിച്ചു പ്രാർത്ഥിച്ചോ. ഈ കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി ഒത്തിരി ശക്തമായി നിൽക്കത്തക്ക നിലയിൽ നിങ്ങളെ കർത്താവ് അധിക ശക്തമായ ശുശ്രൂഷയിൽ കർത്താവ് ഉപയോഗിക്കാൻ പോകുകയാ. നോക്കിക്കേ, വീട്ടിൽ നിന്ന് താൻ ഒറ്റപ്പെടുകയാ. ഒറ്റപ്പെട്ടു പോയി. കൂടെ അമ്മയില്ല, ജ്യേഷ്ഠനില്ല. വീട്ടിലേക്ക് ഇനി തിരിച്ചു പോകാൻ കഴിയത്തില്ല. ഇപ്പോൾ അപ്പന്റെ കയ്യിൽ നിന്ന് ലഭിച്ച അനുഗ്രഹം, ദൈവം പറഞ്ഞ വാഗ്ദത്തവും, ഹല്ലേലൂയ, ഇത് മാത്രമാ തനിക്കുള്ളത്. ഇതിന്റെ നടുവില് താൻ ഓടിച്ചെന്ന് ലാബാന്റെ വീടിനകത്തേക്ക് ചെന്ന് കയറി. പിന്നെ തൻ്റെ ലൈഫ് നല്ല ഒരു ശതമാനം അവിടെ ചെലവാക്കുകയാ, അവിടെ തീർക്കുകയാ. പക്ഷെ ഒരു പ്രത്യേകതയുണ്ടേ, വാഗ്ദത്തമുള്ളവൻ എവിടെ ചെന്നാലും അവന്റെ മേൽ കിടക്കുന്ന അനുഗ്രഹം അവൻ ചെന്ന് കയറുന്നിടത്തും വെളിപ്പെടാൻ തുടങ്ങും. നിന്റെ മേലൊരു വാഗ്ദത്തം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ മേലൊരു പ്രോമിസ് ഉണ്ടെങ്കിൽ, നിങ്ങൾ എവിടെ ചെന്നാലും, കുറച്ചുകൂടെ ഞാൻ ഇറങ്ങി പറഞ്ഞാൽ, നിങ്ങളൊരു ഓഫീസിൽ ചെന്നാൽ ആ ഓഫീസ് അനുഗ്രഹിക്കപ്പെടും. നിങ്ങളൊരു വീടിനകത്തേക്ക് ചെന്നാൽ, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിന്റെ തലമുറയെ പ്രാർത്ഥിക്കുന്ന മാതാവേ, പിതാവേ, സഹോദരങ്ങളെ, ദൈവമക്കളെ, നിന്റെ തലമുറ ഒരു വീടിനകത്തേക്ക് കയറി ചെന്നാൽ ആ വീട് അനുഗ്രഹിക്കപ്പെടും. നീ ഒരു ഓഫീസിനകത്തേക്ക് കാലുകുത്തിയാൽ ഞാൻ പറയട്ടെ, നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകം ആ ഓഫീസിനെ വർധനവിലേക്ക് നയിക്കും. നാളെ ഇതുവരെ ശൂന്യതയിലാ കിടന്നെങ്കിൽ, ഇന്നലെ വരെ അത് ശൂന്യമായി കിടക്കുകയാണെങ്കിലും ഇന്ന് രാത്രി ഞാൻ പറയാം, നീ അഭിഷേകത്തോടെ അതിനകത്ത് കയറാൻ തുടങ്ങിയാ, നീ അഭിഷേകത്തോടെ അതിനകത്ത് കയറാൻ തുടങ്ങിയാൽ ഹല്ലേലൂയ, അത് വർധനവായി തീരും. പക്ഷേ തൻ്റെ മേൽ കിടക്കുന്ന ആ അനുഗ്രഹം, അല്ലെ തൻ്റെ മേൽ കിടക്കുന്ന ആ വാഗ്ദത്തം ലാബാന്റെ വീടിനകത്ത് വർധന ഉണ്ടാക്കാൻ തുടങ്ങി. പക്ഷെ തൻ്റെ ജീവിതത്തിന് ഓരോ വർഷങ്ങളും ഇങ്ങനെ നീണ്ടു പോകുകയാ. ഒരു പക്ഷെ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഓരോ ദിവസവും യാക്കോബ് കർത്താവേ, കേട്ട വാഗ്ദത്തങ്ങൾ, കേട്ട പ്രോമിസുകൾ, എനിക്ക് എൻ്റെ നാട്ടിലേക്ക്, സ്വന്തം ദേശത്തേക്ക് മടങ്ങിപ്പോണം, എനിക്ക് എൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോണം. എത്ര നാൾ ഇങ്ങനെ കിടക്കുമെന്ന് അറിയത്തില്ല, എന്താകുമെന്ന് അറിയത്തില്ല. പക്ഷെ ഒരു രാത്രി ഹല്ലേലൂയ, കർത്താവ് ഇടപെട്ട് സമയമായി, ടൈമായി. ഹല്ലേലൂയ, നീ പുറപ്പെടാൻ സമയമായി, ഇതിനകത്തു നീ എഴുന്നേക്കാൻ സമയമായി. ഓരോ പ്രാവശ്യവും പ്രതിഫലം മാറ്റി ഹല്ലേലൂയ ഇപ്പൊ തന്നെ കൊണ്ട് ആദായം എടുക്കുകയാണ്. നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ ഇപ്പൊ യാക്കോബിനെ കൊണ്ട് ഉള്ള ആദായം മുഴുവൻ ലാബാൻ എടുക്കുക. കാരണം യാക്കോബിന്മേലുള്ള അനുഗ്രഹം മുഴുവനും ലാബാന്റെ വീടിനകത്തുണ്ടാകുക, ലാബാന്റെ മൃഗനന്മകളിൽ ഉണ്ടാകുക. പക്ഷെ ഒറ്റ രാത്രി
വായിച്ച കുറിവാക്യം തന്നേക്കാൾ ബലവാനായവന്റെ കയ്യിൽ നിന്ന് തന്നേക്കാൾ ബലവാനായവന്റെ കയ്യിൽ നിന്ന്. ഒത്തിരി ദിവസമൊന്നും വേണ്ട കേട്ടോ കർത്താവിന് പ്രവർത്തിക്കാൻ, ഒത്തിരി മണിക്കൂറുകളൊന്നും വേണ്ട കർത്താവിന് പ്രവർത്തിക്കാൻ, ഒറ്റ ഹല്ലേലൂയ സമയങ്ങളൊന്നും വേണ്ട. ഒറ്റ രാത്രി കൊണ്ട് തന്നേക്കാൾ ബലവാനായവന്റെ കയ്യിൽ നിന്ന്. ഓ, കരപടിക്കാമെങ്കിൽ നന്നായി കരപടിച്ച് ഈ രാത്രി കർത്താവിനെ സ്തുതിച്ചാട്ടെ. തന്നേക്കാൾ ബലവാനായവന്റെ കയ്യിൽ നിന്ന്. തന്നേക്കാൾ ബലവാനായവന്റെ കയ്യിൽ നിന്ന്. ഓരോ പ്രാവശ്യവും തന്റെ പ്രതിഫലം മാറ്റുകയാ. അങ്ങനെ തന്റെ നീണ്ട വർഷങ്ങൾ വേസ്റ്റ് ആകുകയാ. പക്ഷെ ഒറ്റ രാത്രി ഇതിനൊരു തിരിച്ചു പിടിക്കണം, ഇനി തനിക്ക് വേണ്ടി ജീവിക്കണമെന്നൊരു ചിന്ത തൻ്റെ അകത്തേക്ക് കയറാൻ തുടങ്ങി. ഹല്ലേലൂയ. അങ്ങനെ നിന്നപ്പോൾ ഒരു ഡിമാൻഡ് ലാബാനുമായി വെച്ചു. ഹല്ലേലൂയ. ഒരു ഡിമാൻഡ് ലാബാനുമായി വെക്കുകയാ. ആ ഡിമാൻഡിനകത്ത് ദൈവപ്രവർത്തി വെളിപ്പെടാൻ തുടങ്ങി. ഹല്ലേലൂയ. താൻ വെച്ച ഡിമാൻഡിനകത്ത് ഒരു പക്ഷെ ലാബാൻ ചോദിച്ചു കാണും, നീ എന്തൊരു മണ്ടത്തരമായി യാക്കോബെ കാണിച്ച്, നാളിതുവരെ ഈ കൂടിനകത്ത് ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. 25, 26, 27 നിങ്ങൾ ഇന്ന് രാത്രി വായിക്കണം പറ്റുമെങ്കിൽ. ഹല്ലേലൂയ. ഇന്നലെ വരെ ഹല്ലേലൂയ ഇങ്ങനെയൊന്നും നമ്മുടെ ഹല്ലേലൂയ തൊഴുത്തിനകത്ത് സംഭവിച്ചിട്ടില്ല. പക്ഷെ നിന്നെ പുറത്തു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ, നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് പ്ലാൻ ഉണ്ടെങ്കിൽ, ഇന്നലെ വരെ സംഭവിക്കാത്ത മറ്റൊന്ന്, ഇന്നലെ വരെ നടക്കാത്ത മറ്റൊന്ന്, ഇന്നലെ വരെ കാണാത്ത മറ്റൊന്ന് കാണിച്ച് ഹല്ലേലൂയ. എല്ലാവർക്കും നടക്കുന്നത് പോലെയല്ല, ഇന്നലെ വരെ നടന്നതുപോലെ അല്ല ഹല്ലേലൂയ, നാളിതുവരെ നടക്കാത്ത രീതിയിലുള്ള വിടുതലുകൾ. ചില കൂടാരത്തിനകത്ത് അത് വെളിപ്പെടുകയാ. മോളി സാമുവേൽ അനി പരിശുദ്ധാത്മ പ്രവചിക്കുന്നല്ലോ, ഇന്നലെ വരെ നടന്നതുപോലെ അല്ല ഹല്ലേലൂയ, പലരുടെ ജീവിതത്തിനകത്ത് നടന്നതുപോലെ അല്ല നിങ്ങൾക്ക് വെളിപ്പെടാനുള്ള വിടുതലുകൾ. പരിശുദ്ധാത്മാവിനോട് പ്രവചിക്കുന്നു. ചില പ്രതിഫലമൊക്കെ ആരൊക്കെയോ പിടിച്ചു വച്ചിരിക്കുന്നത് പോലെ, പ്രാപിക്കേണ്ട ചില നന്മകളൊക്കെ ആരൊക്കെയോ പിടിച്ചു വച്ചിരിക്കുന്നത് പോലെ, പക്ഷെ ആ ബലവാന്മാരുടെ കയ്യിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അത് തുറന്നു തന്ന് ദൈവം പുറത്തു കൊണ്ടുവരുന്നെന്ന് ആത്മാവാലോചന കൈമാറുന്നു. ഇനി അധിക കാലം അത് പിടിച്ചു വെക്കാൻ കഴിയത്തില്ലെന്ന് എന്തോ പരിശുദ്ധാത്മാവ് നിങ്ങളെ നോക്കി പ്രവചിക്കുന്ന. ആന്റി, ലഭിക്കേണ്ട ചില വാഗ്ദത്തങ്ങൾ, ലഭിക്കേണ്ട ചില നന്മകൾ ആരോ കരത്തിനകത്ത് ഒതുക്കി വെച്ചിരിക്കുകയാ, ആരോ കരത്തിനകത്ത് പിടിച്ചു വെച്ചിരിക്കുകയാ. സ്വർഗത്തിലെ ദൈവം കൈമാറുന്നു. ഇന്നത് റിലീസാകുന്ന രാത്രിയാ, ഇന്നത് റിലീസാകുന്ന. യേശുവിന്റെ നാമത്തിൽ അതിനെ പിടിച്ചു വെച്ചിരിക്കുന്ന ലാബാന്റെ ശക്തികളെ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം. കരപടിക്കാമെങ്കിൽ നന്നായി കരപടിച്ചോ, അന്യഭാഷ പറയാമെങ്കിൽ നന്നായി അന്യഭാഷ പറഞ്ഞ് കർത്താവിനെ സ്തുതിച്ചു തുടങ്ങിക്കോ. ഹല്ലേലൂയ. ചിലത് പുറത്തു വരുന്ന സമയമാ, ചിലത് നിന്റെ കരത്തിനകത്തേക്ക് ഒഴുകി വരുന്ന. ഹല്ലേലൂയ. ഒറ്റ കണ്ടീഷൻ വെച്ച്, ഒറ്റ ഉടമ്പടി. പക്ഷെ ആ ഉടമ്പടിക്കകത്ത്
ദൈവപ്രവർത്തി വെളിപ്പെടാൻ തുടങ്ങി. ആ ഉടമ്പടിക്കകത്ത് ദൈവപ്രവർത്തി നടക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഏതു വലിയ ശത്രു നിന്റെ അകത്ത് നിന്റെ വാക്തത്തെ ഒതുക്കി വെച്ചാലും നീയും ദൈവവുമായ ഒരു ഉടമ്പടി ഉണ്ടെങ്കിൽ, നീയും ദൈവവുമായ ഒരു ഉടമ്പടി ഉണ്ടെങ്കിൽ, നിന്റെ ഉടമ്പടിക്കകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമെന്ന് ഞാൻ പറഞ്ഞാൽ, ചിലരെടുത്ത തീരുമാനത്തിനകത്ത് ദൈവപ്രവൃത്തി നടക്കാൻ തുടങ്ങുകയാ. ചിലരെടുത്ത തീരുമാനത്തിനകത്ത് നീ എടുത്ത തീരുമാനത്തിനകത്ത് ദൈവിക വിടുതലുകൾ വെളിപ്പെടാൻ തുടങ്ങുകയാ. നീ എടുത്ത തീരുമാനത്തിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തികൾ. നീ എടുത്ത തീരുമാനത്തിനകത്ത് നല്ലത് വേണമെന്ന് പറഞ്ഞില്ല, നല്ലത് നീ എടുത്തോ. വരേം കുറിയൊക്കെ ഉള്ളത് മതി, ഓക്കെ, എനിക്ക് കുഴപ്പമില്ല. ഒരുപക്ഷെ ലാബാൻ ചിന്തിച്ച് കാണും, ഇവൻ എന്തൊരു മണ്ടനാ, ഇവൻ എന്തൊരു മണ്ടത്തരവാ ചെയ്യുന്നേ. മണ്ടത്തരവല്ല. ഹല്ലേലൂയ. ഞാനെടുത്ത തീരുമാനത്തിനകത്ത് ദൈവപ്രവൃത്തി നടക്കുമെന്നൊരു ഉറപ്പ്, ദൈവപ്രവൃത്തി ഉണ്ടാകുമെന്നൊരു ഉറപ്പ്. ഇന്ന് രാത്രി ഞാൻ പരിശുദ്ധാത്മാവ് പ്രവചനാത്മാവിൽ കൈമാറുകയാ. എടുത്ത തീരുമാനങ്ങൾക്കകത്ത് ചില ദൈവപ്രവൃത്തി നടക്കാൻ തുടങ്ങുകയാ. എടുത്ത തീരുമാനങ്ങൾക്കകത്ത് ചില ദൈവപ്രവൃത്തികൾ. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. നീ എടുത്തു വെച്ച ചില തീരുമാനങ്ങളില്ലേ, എടുത്തു വെച്ച ചില ഉടമ്പടികളില്ലേ, ദൈവത്തോട് പറഞ്ഞ ചില ഉടമ്പടികൾക്കകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന പിന്നെ അങ്ങോട്ട് തന്റെ സീസൺ തുറക്കാൻ തുടങ്ങി. പിന്നെ അങ്ങോട്ട് തൻ്റെ മേൽ കിടക്കുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങി. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ഹല്ലേലൂയ. നീ ഉടമ്പടിക്കകത്ത് നിൽക്കാൻ തയ്യാറാണെങ്കിൽ, എടുത്ത തീരുമാനത്തിനകത്ത് ഉറച്ചു നിൽക്കാൻ തയ്യാറാണെങ്കിൽ, ഹല്ലേലൂയ, വിട്ടുപോകാതെ ഒറ്റപ്പെടിയിൽ വന്നപ്പോൾ, ഏകാന്തത വന്നപ്പോൾ, ഹല്ലേലൂയ, തനിച്ചു കിടന്നപ്പോൾ, രാത്രി ഉറങ്ങി, ഹല്ലേലൂയ, ഒറ്റയ്ക്കിരുന്ന് ഉറങ്ങിയപ്പോൾ ദൈവിക വാഗ്ദത്തത്തെ മുറുകെ പിടിക്കാൻ തയ്യാറാണെങ്കിൽ, ഹല്ലേലൂയ, നിന്നേക്കാൾ ബലവാനായവന്റെ കയ്യിൽ നിന്ന് നിന്നെ രക്ഷിച്ചു പുറത്തു കൊണ്ടുവന്ന് നീ കേട്ട ദൈവശബ്ദത്തെ നിവർത്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. നീ കേട്ട ദൈവശബ്ദത്തെ പൂർത്തീകരിക്കുന്ന ഒരു ദൈവം എന്തോ ഇന്ന് രാത്രി ചിലരോട് പരിശുദ്ധാത്മാവ് കൈമാറുകയാ. ചില കൂടാരത്തിനകത്തൊക്കെ ചില ദൈവിക ശബ്ദങ്ങൾ പൂർത്തീകരിക്കാൻ തുടങ്ങുകയാ. ചില ദൈവപ്രവർത്തികൾ പൂർത്തീകരിക്കാൻ. സുശീല രവി അടിവേസ്റ്റിക്ക് ആന്റി പരിശുദ്ധാത്മാ പ്രവചിക്കുന്നു, ചില ദൈവ ശബ്ദങ്ങൾ പൂർത്തീകരിക്കാൻ തുടങ്ങുന്നെന്ന്. പൂർത്തീകരിക്കാൻ ആ പദം പരിശുദ്ധാത്മാ പ്രവചനാത്മാവിൽ കൈമാറുന്നു. ചില ദൈവ ശബ്ദങ്ങൾ പൂർത്തീകരിക്കാൻ തുടങ്ങുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങോ. ഹല്ലേലൂയ. ചില ദൈവ ശബ്ദങ്ങൾ പൂർത്തീകരിക്കാൻ തുടങ്ങുകയാ. നാളിതുവരെ പൂർത്തീകരിക്കുവാൻ കഴിയാതെ, ഫുൾ സ്റ്റോപ്പ് ഇടുവാൻ കഴിയാതെ, ഹല്ലേലൂയ, ക്വസ്റ്റ്യൻ മാർക്ക് പോലെ കിടക്കുന്ന ചില വിഷയങ്ങൾ, ക്വസ്റ്റ്യൻ ചിഹ്നമായി കിടക്കുന്ന ചില പ്രാർത്ഥനാ വിഷയങ്ങൾ ഇന്നു രാത്രി സ്വർഗത്തിലെ ദൈവം കൈമാറുന്നു. അതിനകത്തൊരു പൂർത്തീകരണം. പരിശുദ്ധാത്മാവെന്നെ കാണിക്കുന്ന തലമുറകളുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾക്കകത്ത്, പ്രാർത്ഥനാ വിഷയങ്ങൾക്കകത്ത് ചില പൂർത്തീകരണത്തെ കർത്താവ് അയക്കുന്നെന്ന്. ചില പൂർത്തീകരണം, ചില വഴികൾ പൂർത്തീകരിക്കുവാൻ കഴിയാതെ, ഹല്ലേലൂയ, ചില വിഷയങ്ങൾക്കകത്ത് ക്വസ്റ്റ്യൻ പോലെ കിടക്കുന്ന ചില വിഷയങ്ങൾ, ഒരു ക്വസ്റ്റ്യൻ ചിഹ്നം പോലെ കിടക്കുന്ന ചില വിഷയങ്ങൾ. അൻ്റെ ഒരു 3 വർഷമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെ പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നു. 3 years, 3 വർഷമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം ആത്മാവ് പ്രവചിക്കുന്നു. അടുത്ത ഒരു 6 ദിവസത്തിനകത്ത് അതിനൊരു വിടുതലുണ്ടെന്ന് ആത്മാവാലോചന കൈമാറുകയാ.
അർദ്ധന ലഗർത്തേ മനാധികക്ഷ പ്രബല ഘടക. വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. ചില ദൈവപ്രവർത്തികൾ വേഗത്തിൽ വെളിപ്പെടുന്നത് പോലെ ആത്മാവെന്നെ കാണിക്കുന്നു. ശരീരത്തിൽ നിന്ന് ചില രോഗങ്ങളെ ഇപ്പോൾ കർത്താവ് സൗഖ്യമാക്കുന്നെന്ന് പരിശുദ്ധ ആത്മാവ് പ്രവചിക്കുന്നു. ചില രോഗങ്ങൾ സൗഖ്യമാകുന്നത് പോലെ, ചില രോഗങ്ങൾ സൗഖ്യമാകുന്നത് പോലെ ശരീരത്തെ തൊടുന്ന ഒരു ദൈവ സാന്നിധ്യം ശക്തമായ ശരീരത്തിനകത്ത് ഇറങ്ങുന്നത് ഞാൻ കാണുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഭയങ്കരമായി സൗഖ്യത്തെ ശരീരത്തിനകത്ത് കൽപ്പിക്കുന്നെന്ന് പരിശുദ്ധന്മാരോട് പ്രവചിക്കാൻ പറഞ്ഞു. ഉദരവുമായി ബന്ധപ്പെട്ട് ചില രോഗസൗഖ്യം നടക്കുന്നു. ഉദരവുമായി ബന്ധപ്പെട്ട് എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവിനെ അങ്ങനെ ഒരു കാഴ്ച കാണിക്കുന്നു. ഉദരവുമായി ബന്ധപ്പെട്ട് ഒരു ഭയങ്കര രോഗസൗഖ്യം. യേശുവിന്റെ നാമത്തിൽ ആ കെട്ടുകൾ മുഴുവനും പൊട്ടി ഇപ്പോൾ ആ ആന്റി ഫ്രീ ആവട്ടെ. വായിച്ച കുർബാക്കി ഇങ്ങനെ പറഞ്ഞേ, യഹോവ യാക്കോബിനെ വീണ്ടെടുത്തു. അപ്പൊ ലാബാൻ തന്നേക്കാൾ ബലവാനാ. പക്ഷെ ആ ബലവാന്റെ കയ്യിൽ നിന്ന് തന്നെയും തനിക്കുള്ള നന്മകളെയും ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിന്നെ മാത്രമല്ല നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ തലമുറകളെയും നിനക്കുള്ള നന്മകളെയും ഒരു ബലവാനും തൊടാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ലെന്ന്. ഒരു ബലവാനും തൊടാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിന്നെ അവിടുന്ന് വീണ്ടെടുക്കുന്ന ഒരു കർത്താവ്, നിന്നെ അവിടുന്ന് പുറത്തു കൊണ്ടുവരുന്ന ഒരു കർത്താവ് ഇന്ന് രാത്രി പരിശുദ്ധ ആത്മാവ് ചിലരോട് കൈമാറുകയാ. നിന്റെ നന്മയ്ക്ക് മുകളിൽ കരം വെക്കുക, നിന്റെ വാഗ്ദത്തത്തിന് മുകളിൽ കരം വെക്കുക. ഒരു ശത്രുവിനെയും എന്റെ ദൈവം അനുവദിക്കത്തില്ലെന്ന്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് നീ കേട്ട ദൈവശബ്ദം, അത് നിവർത്തീകരിക്കുന്ന സമയമുണ്ട്. ഒരുപക്ഷെ പ്രതികൂലത്തിനകത്തുകൂടെ കടന്നുപോയാലോ, പ്രതിസന്ധിക്കകത്തുകൂടെ കടന്നുപോയാലോ, കഷ്ടതയ്ക്കകത്തുകൂടെ കടന്നുപോയാലോ നീ ഭാരപ്പെടണ്ട. പുറത്തു കൊണ്ടുവരുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഞങ്ങൾ നിങ്ങളും ആരാധിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്ക്, ഹല്ലേലൂയ, നിന്നെ വീണ്ടെടുക്കുന്നത്, നിന്നെ വീണ്ടെടുത്ത് ബലവാനായവന്റെ കയ്യിൽ നിന്ന് നിന്നെ വീണ്ടെടുത്ത് രക്ഷിച്ചിരിക്കുകയാ. ദൈവം നിങ്ങളെ രക്ഷിച്ചിരിക്കുകയാ. പക്ഷെ പലപ്പോഴും നമുക്കിത് മനസ്സിലാകുന്നില്ല. മനസ്സിലാകാതെ നമ്മൾ പറയുക, കർത്താവേ ഇപ്പോഴും ഞാൻ പ്രതിസന്ധിക്കകത്താണല്ലോ, ഇപ്പോഴും എൻ്റെ മുകളിൽ ബലവാനായവൻ നിൽക്കുകയാണല്ലോ, എൻ്റെ മുകളിൽ പൈശാചിക ശക്തികൾ ജയമെടുക്കുകയാണല്ലോ. എത്രയോ തവണ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എത്രയോ തവണ നമ്മൾ അറിയാതെ പോലും നമ്മുടെ വായിൽ നിന്ന് വന്നു പോയിട്ടില്ലേ? ഹല്ലേലൂയ. പക്ഷെ സ്വർഗത്തിലെ ദൈവം കൈമാറുക, നിന്നെ അവിടുന്ന് രക്ഷിച്ചു കൊണ്ടുവന്നിരിക്കുകയാ. ലാബാൻ അത്ര തവണ തൻ്റെ നന്മയെ പിടിച്ചു വെച്ചു, പ്രതിഫലത്തെ മാറ്റി 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 നന്മ വിട്ടുകൊടുക്കാതെ എല്ലാം ചതിച്ചു, എന്നിട്ടും പുറകെ വരികയാ. പക്ഷെ അവിടുന്ന് വിടുവിച്ച് ഒരു ഇസ്രായേലാക്കി പുറത്തു കൊണ്ടുവന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയാ, നിന്നെ വിടുവിച്ച് അടുത്ത ഒരു നിയോഗത്തിൽ ആളുമാറിയവനെ പോലെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ തുടങ്ങുകയാ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാ. നിന്നെ ദൈവം വിടുവിച്ച് പുറത്തു കൊണ്ടുവരുന്നു. നിന്നെ ദൈവം വിടുവിച്ച് പുറത്തു കൊണ്ടുവരുന്നു.
ഹാലേലൂയ, നാളിതുവരെ നിന്റെ മുകളിൽ ജയമെടുത്ത പൈശാചിക ശക്തികളില് വത്സമാന്റി പ്രാർത്ഥിച്ചോ. നാളിതുവരെ ഹാലേലൂയ ജയമെടുക്കുന്ന ബലവാന്റെ മുകളിൽ ഹാലേലൂയ അതിലും മുകളിൽ നിന്നെ കയറ്റുന്ന ഒരു അഭിഷേകം ഇന്നു രാത്രി ആന്റി സ്വർഗത്തിലെ ദൈവം തുറക്കുകയാ. ഹാലേലൂയ, ചില ബലവാന്മാരെ പിടിച്ചു കെട്ടുവാൻ ഇന്നു രാത്രി ഒരു അതോറിറ്റിയെ കർത്താവ് കൈമാറുന്നു. ചില ബലവാന്മാരെ പിടിച്ചു കെട്ടുവാൻ ഇന്നു രാത്രി ചിലരുടെ മേൽ ഇന്ന് രാത്രി ഈ ഗ്രൂപ്പിനകത്തിരിക്കുന്ന ചില അഭിഷക്ത ദൈവദാസിമാരുടെ മേൽ ഒരു അതോറിറ്റി, ഒരു അധികാരം സ്വർഗത്തിലെ ദൈവം കൈമാറുന്നു. കരമടിച്ച അധികാരത്തെ റിസീവ് ചെയ്യുക. Thank you Holy Spirit. Shakala baradhara balabasiya. പിശാചിനെ ജയിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ വാക്തത്തിന് മുകളിൽ ജയിക്കുവാൻ പിശാചിനെ ദൈവം അനുവദിക്കത്തില്ല. ദൈവമക്കളെ, ഹല്ലേലൂയ, നീ പുറത്തു വരുന്ന സമയമുണ്ട്. ആരെല്ലാം നിന്നെ ഒതുക്കി വെച്ചാലും, ഏതെല്ലാം ശക്തികൾ നിന്നെ ഒതുക്കാൻ നോക്കിയാലും, ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, പുറത്തു വരുന്ന ഒരു സമയമുണ്ട്. നിന്നെ വീണ്ടെടുത്ത് പുറത്തു കൊണ്ടുവരുന്നത്, ഹല്ലേലൂയ, നിന്നെ വീണ്ടെടുത്ത് പുറത്തു കൊണ്ടുവന്ന് അടുത്തൊരു മാന്യത നൽകി നിന്നെ ഉപയോഗിക്കാൻ. ഹല്ലേലൂയ. പ്രോമിസും വാഗ്ദത്തങ്ങളും എല്ലാം മേടിച്ചുകൊണ്ട് ലാബാന്റെ വീട്ടിൽ നിന്ന് ഓടി വരുമ്പോൾ തനിക്കൊരു ഭയമുണ്ട്. ചേട്ടൻ എന്നെ എന്താകും, ഞാൻ ചേട്ടനുമായി കണ്ടുമുട്ടുമ്പോൾ എന്താകും അവിടുത്തെ അവസ്ഥ. പക്ഷെ അതിനും പരിഹാരം കർത്താവ് ഒരുക്കുകയാ. അതിനും പരിഹാരം ദൈവം ഒരുക്കുകയാ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആരെല്ലാം നിന്റെ മുകളിൽ ബലവാനാണെന്ന് പറഞ്ഞാലും, ഏത് ശക്തിയാണെങ്കിലും, അത് മാനുഷിക ശക്തിയാകട്ടെ, പൈശാചിക ശക്തിയാകട്ടെ, എന്തുമാകട്ടെ, ഇന്ന് രാത്രി അതിന്റെ കയ്യിൽ നിന്ന് സ്വർഗം ചിലരെ പുറപ്പെടുവിക്കുന്ന ചില പൈശാചിക ശക്തികളിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം ചിലരെ പുറത്തു കൊണ്ടുവരികയാ. ഹല്ലേലൂയ. ചില പൈശാചിക കോട്ടകളിൽ നിന്ന് ചിലർ ഇന്ന് രാത്രി ആത്മാവിൽ പുറത്തു വരുന്ന കർത്താവേ, ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ മേൽ കർത്താവ് ഇത് സംഭവിക്കട്ടെ. ബലവാനായ പൈശാചികന്റെ കയ്യിൽ നിന്ന് ഇന്ന് രാത്രി ഇവരെയും ഇവരുടെ വാക്തത്വത്തെയോ ഇവരുടെ തലമുറകളെയോ ഇവർ കേട്ട സകല പ്രോമിസുകളെയോ അങ്ങ് വീണ്ടെടുത്ത് രക്ഷിക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുകയാ. കർത്താവ്, ഞാൻ ഇവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ മേൽ ആ അധികാരം തുറക്കട്ടെ. ചില പൈശാചിക കോട്ടകളോട് ജയിക്കുവാൻ ഒരധികാരം ഇന്ന് രാത്രി തുറന്നു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് തുറന്നു വരട്ടെ. ഈ മിനിസ്ട്രിക്കായി പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ വിശാലതയെ ഇതിന്റെ വിശാലതയെ പിടിക്കുന്ന, ഇതിന്റെ ഹല്ലേലൂയ വിശാലതയെ ഒതുക്കുന്ന ചില പൈശാചിക ശക്തികളുടെ മുകളിൽ കർത്താവേ, ഇന്ന് രാത്രി ശുശ്രൂഷകരായ ഞങ്ങൾ ഒരുമിച്ച് ഇതിന്റെ മേൽ ജയമെടുക്കുന്നു. ഈ മിനിസ്ട്രി വളർന്ന് പന്തലിക്കട്ടെ കർത്താവേ. ഇതിനകത്ത് വിടുതലുകൾ നടക്കട്ടെ. ഇവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കകത്ത് അത്ഭുതങ്ങൾ നടക്കട്ടെ. ഇതിന് നേതൃത്വം വഹിക്കുന്ന എല്ലാ അഭിഷക്ത ദൈവദാസന്മാർ എല്ലാവരെയും ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ജോയിൻ ചെയ്ത എല്ലാവരുടെ മേലും ഈ വചനം ശക്തമായി വെളിപ്പെടട്ടെ. കർത്താവ് അത്ഭുതം ചെയ്യും, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കരമുയർത്തി കർത്താവിന് ഒരു നല്ല മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. നിങ്ങളെക്കാൾ ബലവാനായവന്റെ കയ്യിൽ നിന്ന് ദൈവം നിങ്ങളെ വീണ്ടെടുത്ത് രക്ഷിച്ചിരിക്കുന്നു. ഉറപ്പുള്ളവർ ഹല്ലേലൂയ പ്രാർത്ഥനയോടെ ധൈര്യമായിട്ടിരിക്കുക. കർത്താവ് എന്നെ രക്ഷിച്ചു കൊണ്ട് വന്നിരിക്കുന്നത് വലിയൊരു നിയോഗത്തിന്, വലിയൊരു മഹത്വത്തിന് വേണ്ടിയാ. ആ ദൈവപ്രവൃത്തി നിങ്ങളിൽ നടക്കട്ടെ. ഇങ്ങനെ ഒരു അവസരം എനിക്ക് ഒരുക്കി തന്ന ദൈവദാസിമാരോടുള്ള, എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത എല്ലാ ദൈവദാസിമാരോടുമുള്ള പ്രത്യേക സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. കർത്താവ് ഈ മിനിസ്ട്രിയെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.